നല്ല മഴയുള്ള ദിവസമാണ് ഗൈസ്. അതെ ഗൈസ്, ഭയങ്കര മഴയാണ് ഗൈസ്. ഇവിടെ ജയ്പൂർ ഭയങ്കര മെയ് ജൂൺ മാസങ്ങളിൽ കട്ട ചൂടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എണീക്കുമ്പം കാറ്റും മഴയൊക്കെയാണ്. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മൂടിപ്പറിച്ച് കിടന്ന് ഉറങ്ങാൻ ഉള്ള സമയത്ത് ഇങ്ങനെ എണീറ്റ് രാവിലെ 7:30 ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. പക്ഷേ എങ്കിലും നമുക്ക് പോയാൽ പറ്റും. സോ രാവിലെ ഞാൻ എണീറ്റത് 7:10 7:30 ക്ലാസ്സിന്. അപ്പോൾ വേഗം പോയൊന്ന് ഫ്രഷായിട്ട് കോഫി ഇട്ടു. കോഫിയും പിന്നെ ഞാൻ കോൺഫ്ലേക്സ് ആണ് കുടിക്കുന്നത്. പിന്നെ കോഫി കുടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം എങ്കിലേ എനിക്ക് ടൈം കിട്ടത്തുള്ളൂ. 7:10 എണീറ്റ് 7:30 ക്ലാസ്സിൽ ചെല്ലണമല്ലോ. അപ്പം നമ്മൾ ഷടപടേന്നെല്ലാം ചെയ്യണം. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പം ഭയങ്കര മഴ. ഞാൻ വിചാരിച്ചതിനേക്കാൾ മഴയായിരുന്നു. ഈ ഒരു ടൈമിൽ ചൂടിപ്പറിച്ച് കിടക്കാൻ തോന്നും. ക്ലാസ് ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും എനിക്ക് വെറുപ്പുണ്ട് പോവാൻ ഈ മഴയത്ത്. പക്ഷേ എങ്കിൽ പോലും ഈ ചെളി കൂടെ ഒക്കെ പോയേ പറ്റൂ. ക്ലാസ് എൻ്റെ പാൻറ്റ് മൊത്തം അഴുക്കായി. കുട്ടികളെല്ലാം പോകുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ വന്നു. സാറിൻ്റെ ഫസ്റ്റ് 2 തിയറി കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ 9:30 ന്യൂട്രീഷനായിരുന്നു ഇന്ന്. പിന്നെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ഒരു തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ EVS എന്തിനാന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ ബ്ലിങ്കസ്യ എന്നും പറഞ്ഞ് പെട്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഏകദേശം 1 മണി 1:15 ആയപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ചെന്നു, ഫുഡൊക്കെ കഴിച്ചു. അതിന് പോകുന്ന വഴിക്കൊരു വീട്ടിലെന്തോ പാലുകാച്ചുണ്ടായിരുന്നു ഗൈസ്. അതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ചെന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ തന്നെ 7 മണിയായി ഗൈസ്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല. എണീറ്റപ്പോൾ 7 മണി. ഈ കാണുന്ന വെയിൽ നിങ്ങൾ 7 മണിക്കാണ് കാണുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇവിടുത്തെ 7 മണി ഇങ്ങനെയാണ്. ജയ്പൂരിലെ 7:10 PM ആണ് നിങ്ങൾ ഈ കാണുന്ന വെട്ടം. അങ്ങനെ 7 മണിക്ക് എഴുന്നേറ്റ് അവിടെ എല്ലാം വായി നോക്കിയതിന് ശേഷം ഞാൻ വന്ന് മുഖവും കൈയും കാലുമൊക്കെ കഴുകി ഒന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. കാരണം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ്. നമ്മുടെ കൂടെ ദൈവം ഉണ്ടല്ലോ, ഒറ്റയ്ക്കല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ വന്ന് ചായ ഇട്ട് കുടിച്ചു. കാരണം ചായ കുടിക്കാതെ എനിക്ക് പറ്റത്തില്ല. അതിന് എത്ര മണിയായാലും വൈകിട്ടൊരു ചായ നിർബന്ധം. വന്നിട്ട് ഇരുന്ന് മൈക്രോബയോളജി ഇരുന്ന് കുറച്ച് നേരം പഠിച്ചു. പിന്നെ കുറച്ച് നേരം ഫോൺ ഞോണ്ടി. എന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ കിടക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.